I want to try out this glass. എങ്ങനെയുണ്ട്? Love it. I want to try this glass. Hi guys, welcome to my YouTube channel. It's me Rekma. അപ്പോൾ നാളെ ഷാമാൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നമ്മളൊരു കുട്ടി സർപ്രൈസ് ഒരുക്കുകയാണ്. അപ്പോൾ ഷാമാനെ അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഇന്ന് പുറത്ത് പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ പറയാതെയൊക്കെ പുറത്ത് പോകുന്നത്, പ്രത്യേകിച്ച് മസ്കറ്റിൽ നിന്ന്. അപ്പോൾ കല്യാണത്തിന് മുമ്പൊക്കെ ഞാൻ സർപ്രൈസൊക്കെ കൊടുത്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ. അപ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ സർപ്രൈസ് ഒന്നും ഒരുക്കിയിട്ടില്ല. ഒന്നുകിൽ ഞാൻ നാട്ടിലായിരിക്കും, അല്ലെങ്കിൽ ഇവിടെ മസ്കറ്റിലാണെങ്കിൽ ഷാമയുടെ വർക്കിൻ്റെ കാര്യമായിട്ടൊക്കെ ഭാഗമായിട്ടൊക്കെ പോകേണ്ടിയൊക്കെ വരും ആ സമയത്ത്. അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇത്തവണ കിച്ചൂസ് കഴിഞ്ഞ മാസം തൊട്ട് ഫെബ്രുവരി തൊട്ടിട്ടേ പറയുന്നുണ്ട് പപ്പേൻ്റെ ബർത്ത്ഡേ എപ്പോഴാണ് സർപ്രൈസ് ആക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു കുട്ടി സർപ്രൈസ് തന്നെ ഞാൻ കിച്ചൂസും കൂടിയിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് ജൂലിക്കുട്ടി സൗണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്, കാരണം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കണ്ടിട്ട് അവൾക്ക് മനസ്സിലായി പുറത്ത് പോവുകയാണെന്ന്. അപ്പോൾ അവളെ കൂട്ടുന്നില്ലല്ലോ, അപ്പോൾ അതിന് സൗണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളിതാ പുറത്തൊക്കെ പോയിട്ട് ചെറിയൊരു ഷോപ്പിംഗ് ചെയ്തിട്ട് വരാം. അപ്പോൾ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാം ഷോപ്പിംഗ് എങ്ങനെയാണെന്ന്. എത്രത്തോളം സക്സസ് ആവുമെന്നൊന്നും അറിയത്തില്ല. അപ്പം ലെറ്റ്സ് സീ. അപ്പോൾ നമുക്ക് ഷോപ്പ് ചെയ്തിട്ട് വരാം. കിച്ചു എവിടെ പോന്നേ? ആ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് വാങ്ങിക്കാൻ പോവാ? കിച്ചു എക്സൈറ്റഡാ പപ്പേൻ്റെ ബർത്ത്ഡേ? വയസ്സ് പോകാ അമ്മേനെ നോക്ക് വാ. അപ്പോൾ ഇത് നല്ല വെയിലാണ്, നമ്മൾ നടന്നിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ അരികെ തന്നെ ഷോപ്പുണ്ട്. അപ്പോൾ ഇവിടെ പകൽ നടക്കുവാണെങ്കിൽ നല്ല വെയിലാണ് അത്യാവശ്യം. അപ്പോൾ നമ്മൾ കാറിലാണ് സാധാരണ പോക്ക്. അപ്പോൾ ഷാമാൻ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ നടന്നിട്ടാണ് ഷോപ്പ് പോകുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാവുന്നൊന്നും അറിയത്തില്ല. അങ്ങനെ നമ്മൾ നടന്ന് ഒയാസിസ് മാളിൻ്റെ അരികത്തെത്തി. കുറേ നാളായി നടക്കാത്തത് കൊണ്ട് തോന്നുന്നു എന്തോപോലെ. അങ്ങനെ ഇതാ നമ്മൾ ഒയാസിസ് മാളിൻ്റെ അരികത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമുക്കിനി ഉള്ളിലേക്ക് കിടക്കാം. അപ്പോൾ കിച്ചൂസും ഞാനും തന്നെ ആയതുകൊണ്ട് തന്നെ എന്തോ പോലെ ഉണ്ട്. പിന്നെ ഉച്ചക്കായതുകൊണ്ട് തന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഷോപ്പിനകത്ത് തന്നെ. അപ്പോൾ ഇതാ നല്ല ഡിസ്പ്ലേക്ക് നല്ല അടിപൊളി ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ചിലതിനൊക്കെ ഇവിടെ ഓഫർ ഉണ്ടായിരുന്നു. ഇവിടെ കൂടുതലായിട്ട് നല്ല അടിപൊളി കോഡ് സെറ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ ഫസ്റ്റ് തന്നെ ഇതാ ഈ ഒരു ക്രീം കളർ കണ്ടിട്ടുണ്ട്. അപ്പോൾ കിച്ചൂസ് നോക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ കിച്ചൂസ് നോക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിരക്കും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്കും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഇത് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് മാക്സിൽ. നല്ല നല്ല അടിപൊളി കോഡ് സെറ്റുകൾ, കൂടുതലായിട്ട് കോഡ് സെറ്റുകൾ അടിപൊളിയായിട്ടുണ്ട്. പിന്നെ സിമ്പിൾ ടോപ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ എന്ന് വെച്ചാൽ 2 മേടിക്കുകയാണ്, ബോട്ടവും ടോപ്പും മേടിക്കുകയാണെങ്കിൽ 5 റിയാലാണ് വരുന്നത്. അല്ലെങ്കിൽ 2.3യും 3.5 അങ്ങനെയൊക്കെയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ജെൻസിൻ്റെ ടീഷർട്ടാണ്. അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ റേറ്റിലും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു കളർ എനിക്ക് നല്ല പോലെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഷാമാൻ ഇല്ലാത്തൊരു കളറായിരുന്നു ഇത്. പിന്നെ ഞാൻ വിചാരിച്ചു വേറെയും കൂടി നോക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് കണ്ടു, സിമ്പിൾ റൈറ്റിംഗ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ബ്ലാക്ക് വാങ്ങിച്ചു. ഇത് ജെൻസിൻ്റെ എങ്ങോട്ട് വെച്ചു. I want to try out this glass. എങ്ങനെയുണ്ട്? Love it. I want to try this glass. Like this rainbow. അവിടെ വെച്ചാ. പിന്നെ അങ്ങനെ മെൻസ് വെയറിൻ്റെ സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഷർട്ടും കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഈ ഒരു സെക്ഷനിൽ വരുന്നത്. അപ്പോൾ അധികം അവിടെ നിന്നില്ലായിരുന്നു, അതൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട്. പിന്നെ ലേഡീസിൻ്റെ സൈഡിൽ വന്നപ്പോൾ നല്ല സ്കേർട്ട് കണ്ടു. ഏകദേശം എന്താ പറയുക 6 റിയാൽ 7 റിയാലൊക്കെ ഉണ്ട്. നല്ല ഇത് നല്ല അടിപൊളി കോഡ് സെറ്റാണ്. നല്ല ബാഗൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു ടോപ്സ് നല്ലൊരു കുർത്തീസിന് വരുന്നത് ഏകദേശം ഒരു 2000ൻ്റെ അരികത്ത് വരുന്നുണ്ട്. നല്ല അടിപൊളിയാണ്, അടിപൊളി കളക്ഷൻസാണ്. പിന്നെ ഷർട്ടായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. ഒരുപാട് കളക്ഷൻസ് വന്നിട്ടുണ്ട് മാക്സിൽ.
പിന്നെ ഇന്നർവേഴ്സിൻ്റെ സൈഡിലാണ് വന്നത്. നല്ല ഇവിടെ എന്ന് വെച്ചാൽ നാട്ടിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള ഇന്നർവേഴ്സാണ് ഇവിടെയൊക്കെ കാണാറുള്ളത്. എപ്പോഴും നല്ല ക്വാളിറ്റിയും അടിപൊളിയായിരിക്കും. പിന്നെ ചപ്പൽസിൻ്റെ ഹീൽസിൻ്റെ ഒക്കെ സൈഡിൽ വന്നു നല്ല നല്ല അടിപൊളി മോഡൽ ഹീൽസൊക്കെ ഇവിടെ ഉണ്ട്. നല്ല അടിപൊളി വെറൈറ്റിയാണ്. പിന്നെ അതേപോലെ തന്നെ നല്ല നോർമലായിട്ടുള്ള ചപ്പൽസും ഉണ്ട്. പിന്നെ അടിപൊളിയായിട്ടുള്ളത് ഇവിടുത്തെ ഷൂസാണ്. അധികം ലൈറ്റ് കളേഴ്സ് ആയിട്ടുള്ള ഷൂസ് വൈറ്റിലുണ്ട്. ഒന്നേ ഇവിടെ ചെരുപ്പിനൊക്കെ ഷൂസിനൊക്കെ അടിപൊളി കളക്ഷൻസ് ഒന്നുള്ളത് മാക്സിൽ. അതേപോലെ തന്നെ നല്ല കളർഫുൾ ആയിട്ടുള്ള ചപ്പൽസും ഉണ്ട്. സിമ്പിളായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, വീട്ടിലായാലും അത്യാവശ്യം പുറത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലും ഉണ്ട്. അപ്പം നമ്മൾ ഷാമാണിൻ്റെ ഈ ഒരു ടീഷർട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കമ്പയർ ചെയ്യുകയാണ്, നാട്ടിൽ നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം റേറ്റൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ എന്താ പറയുക, പൈസയും നമ്മുടെ ടൈമും കമ്പയർ ചെയ്യരുതെന്നാണ് പറയുക. അപ്പോൾ ഇത് ഈ ഒരു സ്കേർട്ട്, ഡെമിൻ സ്കേർട്ട് നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ എലാസ്റ്റിക് ആയിരുന്നു, അതുകൊണ്ട് എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. അതിൻ്റെ തന്നെ എലാസ്റ്റിക് ഇല്ലാത്ത വേറൊരു ക്രീം കളറുണ്ട്. പക്ഷേ ആ കളർ വേണ്ടായിരുന്നു. എനിക്കൊരു ഡാർക്ക് ബ്ലൂ നോക്കിയായിരുന്നു, പക്ഷേ ആ കളർ ഉണ്ടായിരുന്നില്ല. പിന്നെ അതേപോലെ തന്നെ കോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെ വെയർ ചെയ്യാം, എങ്ങനെ കളർഫുള്ളാക്കാം എന്നുള്ള നല്ല ഒരു മോഡലൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ലേഡീസിൻ്റെ അതൊക്കെ. പിന്നെ ഈ ഒരു സൈഡിൽ ബില്ലിംഗ് സെക്ഷനും കാര്യങ്ങളും, പിന്നെ വാട്ടർ ബോട്ടിൽസ്, അത് തന്നെ സ്ലിം ബാഗ്സൊക്കെ ഉണ്ടായിരുന്നു. ഇതിനൊക്കെ ഒരു 3 റിയാലൊക്കെയാണ് വരുന്നത് റേറ്റ് വന്നിട്ടുള്ളത്. പിന്നെ ക്ലച്ചേഴ്സും ഉണ്ടായിരുന്നു. പിന്നെ ക്ലിപ്പുകൾ നല്ല അടിപൊളി കളക്ഷൻസ് 1 റിയാലിനൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ബാഗ് സ്റ്റാർട്ടിങ് 3 റിയാലാണ് വന്നിരിക്കുന്നത്. 8 റിയാലിനും 9 റിയാലിനൊക്കെ ഉണ്ട്. പിന്നെ ഇത് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള കമ്മൽസ് വരുന്നുണ്ട്. 1 റിയാലിനൊക്കെ നല്ല അടിപൊളി കമ്മൽസൊക്കെ വരുന്നുണ്ട്. പിന്നെ ഒരു പാക്കറ്റിൽ 2 റിയാലിനൊക്കെ വരുന്ന റേറ്റിലും ഉണ്ട്. പിന്നെ സിമ്പിളായിട്ട് നെക്ക് പീസൊക്കെ വരുന്നുണ്ട്. സിമ്പിളായിരിക്കും, ജസ്റ്റ് ഒരു സ്റ്റോൺ വെച്ചിട്ടൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ ഞാൻ അങ്ങനെ ഷാമാണിൻ്റെ ബർത്ത്ഡേക്കായിട്ട് പെർഫ്യൂം വാങ്ങിച്ചു, ഈ ഒരെണ്ണം. അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കേക്ക് വാങ്ങിക്കണം. അപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് വരാം. അപ്പോൾ ഇതാ നമ്മളെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഡ്രസ്സ്, പെർഫ്യൂമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് കേക്ക് വാങ്ങിക്കണം. ഇപ്പോൾ ക്യാരി ഫോറിൽ പോയപ്പോഴത്തേക്കും അവിടെ കേക്കൊന്നും അങ്ങനെ ഇല്ല, കട്ട് ചെയ്ത കേക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ വീടിനരിയത്തെ ഫ്ലാറ്റിനരിയത്തിലെ മക്കയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ഇവിടുന്ന് നടക്കാനുണ്ട് ഇനി നമ്മുടെ വീടെത്താൻ വേണ്ടിയിട്ട്. അപ്പം നടക്കുവാണ് ഞാനും കിച്ചസും. ആക്ച്വലി കിച്ചൂസിനെ വീട്ടിൽ ഉറക്കിയിട്ട് വരാമെന്നതിനും ആദ്യം പ്ലാൻ ചെയ്തേ. കാരണം കിച്ചൂസ് ഉച്ചക്ക് ഉറങ്ങുന്നതാണ്. പിന്നെ എനിക്കൊരു സമാധാനക്കേട്. അങ്ങനെ ഉറക്കിയിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ഷോപ്പിങ്ങിനല്ലേ വന്നത്, അപ്പോൾ കുറേ ടൈം എടുത്തെങ്കിലോ, ഒന്നാമത് ദൂരമുണ്ട് നടന്നിട്ടാണെങ്കിൽ. അതുകൊണ്ടാണ് കിച്ചൂസിനെയും കൂട്ടിയത്. പാവം നടക്കുന്നുണ്ട് നല്ല പോലെ. എന്തായാലും സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു നടത്തമൊക്കെ. കിച്ചൂസിൻ്റെ കഷ്ടപ്പെടല്ലേ കിച്ചു. ഹായ് ഗൈസ്, അപ്പോൾ നമ്മളങ്ങനെ സാധനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, വന്നു, വീട്ടിലെത്തി. അപ്പോൾ ഇനി എല്ലാം ഒന്ന് എടുത്ത് വെക്കണം. കേക്കൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് കാണിച്ചതല്ല, സർപ്രൈസ് ആയിട്ട് ആക്കിയത്. പിന്നെ ഇത് മക്കയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജൂലിക്കുട്ടി നോക്കുന്നുണ്ട് എന്താ വാങ്ങിച്ചതെന്നൊക്കെ. അപ്പോൾ ഈ ഒരു കേക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ കേക്ക് ഓപ്പൺ ചെയ്യുന്നില്ല ഇപ്പോൾ. പിന്നെ ഈ ഒരു പെർഫ്യൂം വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതാ നല്ലൊരു അടിപൊളി നല്ല ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഒത്തിരി റൈറ്റൊക്കെ ഉള്ളത് ഷാമാണ് അത്ര ഇഷ്ടമല്ല, അതുകൊണ്ട് ഈ ഒരു സിമ്പിളാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇതാ കിച്ചൂസിൻ്റെ വകയാണ് ഈ ഒരെണ്ണം. ഹാപ്പി ബർത്ത്ഡേ പപ്പ എന്ന് എഴുതിയിട്ട് കേക്കൊക്കെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കിച്ചൂസിൻ്റെ വകയാണ്. അപ്പോൾ ഇനിയുള്ളതെല്ലാം എന്ന് വെച്ചാൽ ഷാമാട്ടൻ വന്നിട്ട് കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റുന്ന. അപ്പോൾ ഇതാ ഈ ഒരു കേക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. കിച്ചൂസും ജൂലി എല്ലാവരും റെഡിയാണ്, വെയിറ്റ് ചെയ്യാണ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്.
കിച്ചുസേ കിച്ചുസേ എല്ലാം കഷ്ടപ്പാടില്ല ബാ കിച്ചുസ് പാപ്പക്ക് ഗിഫ്റ്റ് കൊടുക്കും ഹാപ്പി ബർത്ത്ഡേ ടു യു മല Papa, happy birthday to you. ഉണ്ണി നോക്ക് What is this picture? കിസ് റൈറ്റ് ഡ്രോ ചെയ്തതല്ലേ Picture. സർപ്രൈസ് ആയോ സർപ്രൈസ് ആയോ Picture. സർപ്രൈസ് ആയോ Where's picture place? Mama, how would they cook? അപ്പോൾ അത്രയൊക്കെയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോസായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ